ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം ഭൂട്ടാനിലെ പാറോ എന്ന സിറ്റിയിലാണ് കേട്ടോ. അപ്പൊ അവിടെ ഈ ഹോട്ടലിലാണ്. ഇതിന്റെ പേര് പാറോ ഗ്രാൻഡ് എന്നാണ്. ഇവിടുന്ന് നോക്കിയാൽ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നദിയുണ്ട്. ഹിമാലയ മൗണ്ടൻസിന്റെ ബ്യൂട്ടിഫുൾ സൈറ്റ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് നമ്മളൊരു 20-30 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ട് ഒരു ട്രെക്കിങ്ങിന് പോവാണ്. ഇവിടെ സീ ലെവലിൽ നിന്ന് 3160 മീറ്റർ ഹൈറ്റ് മൗണ്ടൻ കയറി അത്രയും വരെ ഹൈറ്റ് കയറിയിട്ട് അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി എന്നാണ് പറയുന്നത്. അപ്പൊ അതിലോട്ട് പോവുകയാണ്. അപ്പൊ അതിന് നമ്മൾ എന്താ വെച്ചാൽ 3160 മീറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് നമുക്കൊരു 1000 നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ആട്ടോ. പക്ഷെ അത് മാത്രം പോരാ. ഈ ഒരു മൗണ്ടൻ കയറിയ ശേഷം നമ്മള് ആ മൗണ്ടന്റെ അപ്പറേ സൈഡിൽ കൂടി കുറെ ഇറങ്ങണം. എന്നിട്ട് വേറൊരു മൗണ്ടനിലാണ് ഈ മൊണാസ്ട്രി ഉള്ളത്. അപ്പൊ ഇത് തമ്മിലൊരു ബ്രിഡ്ജ് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇറങ്ങി ഒരു ഏകദേശം കുറെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ആ ബ്രിഡ്ജ് കൂടി കടന്നിട്ട് വീണ്ടും മറ്റേ മൗണ്ടനിലോട്ട് കയറണം. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പം ഇവിടെ 1000 രൂപയാണ് പെർ പേഴ്സൺ, അങ്ങനെ ഒരു ഫീസ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഈ സ്റ്റിക്ക് വാടകയ്ക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ വാക്കിംഗ് സ്റ്റിക്ക്, തടി കൊണ്ടുള്ള. ആളുകൾ ചിലത് സ്റ്റിക്ക് കൊണ്ടുവരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് 100 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോ കൊടുത്താൽ മതി. ഇവിടെ കണ്ടോ, കുതിരകൾ കണ്ടോ, പോണി. അപ്പൊ ഈ പോണി വഴി, അതായത് നമ്മൾ ഈ മൗണ്ടന്റെ കേറുന്ന ആ പോയിന്റിന്റെ ഏകദേശം ഒരു 30% കഴിയുമ്പോ ഒരു കഫേ ഉണ്ട് കേട്ടോ. അപ്പൊ ആ കഫേ വരെ നമുക്ക് ഈ കുതിരപ്പുറത്ത് പോകാം. അതിന് 1400 1600 രൂപയെ ചാർജ്. ഏകദേശം ഈ കുതിരക്കാരനും കൂടെ വരും. പക്ഷെ തിരിച്ചിങ്ങട് ഈ കഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കഫേ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മുകളിലോട്ട് പോയാലും യാതൊന്നുമില്ല. നമ്മള് പിന്നെ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ആകെയുള്ള ആശ്രയം ഈ 30% കയറി കഴിയുമ്പോൾ ഉള്ള ഒരു കഫയാണ്. അപ്പൊ അത് തിരിച്ച് കുതിര ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ. തിരിച്ച് വരെ പോകും. പിന്നെ തിരിച്ച് കുതിര തന്നെ വരുള്ളൂ, നമ്മളെ കൊണ്ടുവരാനായിട്ടുണ്ടാവില്ല. നമ്മൾ അധികം ഫുഡ് കഴിക്കരുത് കേട്ടോ. ഞാനാണ് തലേ ദിവസം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് അന്ന് രാവിലെ ഒരു 3 പീസ് ബ്രെഡും ഒരു ഹാഫ് കപ്പ് ടീയും മാത്രം കേട്ടോ കഴിച്ചത്. കാരണം നമ്മൾ ഓയിലി ഫുഡ് ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ എനർജി വേണം. അപ്പൊ ഈ മൗണ്ടൻ കയറാനും എനർജി വേണം. അപ്പൊ ഈ ഡൈജഷനുള്ള എനർജി എടുത്തു കഴിയുമ്പോഴത്തേക്കും മൗണ്ടൻ കയറാൻ എനർജി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും പെട്ടെന്ന്. മാത്രല്ല നമ്മള് ഈ ഒരേ ഒരു രീതിക്ക് വേണം, സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് കേട്ടോ. ഒരേ സ്പീഡിൽ തന്നെ. കഫേ എത്താറായിട്ടുണ്ട്. നമ്മള് സംസാരിക്കുമ്പോ നമ്മള് നടന്നോണ്ട് സംസാരിക്കുമ്പോ നമുക്ക് അണയ്ക്കൂട്ടോ. നടന്നോണ്ട് സംസാരിക്കാൻ പാടില്ല നമ്മള്. ഞാന് കുറച്ച് ക്യാഷും കുറച്ച് ഡേറ്റും എടുത്തിരുന്നു. പക്ഷെ നമ്മള് കഴിക്കാൻ പാടില്ല. നമുക്ക് അത്ര വിശന്നാ മാത്രം നമ്മളൊരു ക്യാഷോ ഒരു ഡേറ്റോ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മള് തിങ്കിങ് പ്രോസസ് ഓൾസോ നമ്മൾ ചിന്തിക്കാനും പാടില്ല. അത് നമ്മുടെ എനർജി നഷ്ടമാവും ട്ടോ. കഫേ എത്തി ട്ടോ, കഫേ എത്തി. നമുക്ക് ഇവിടുന്ന് നോക്കിയാട്ടോ, ഇവിടുന്ന് നോക്കിയ ബ്യൂട്ടിഫുൾ സൈറ്റ് ആട്ടോ. നമുക്കിപ്പോ ദാ 2 മൗണ്ടൻസ്, അതിനിടയിലുള്ള ട്രഞ്ചും കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് നോക്കിയ ഒരു മൊണാസ്ട്രിയുടെ ഒരു ചെറിയ സൈറ്റ് കാണാൻ പറ്റും ട്ടോ. നമുക്ക് അവിടെ നോക്കിയാ പലരും കഷ്ടാട്ടോ ഇവിടം വരെ വന്നിട്ട് അവര് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഞാനൊരു കോഫി കുടിക്കാൻ പോവാട്ടോ. കഫേന്ന് ഇറങ്ങിയിട്ടോ. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. അതായത് ശ്രീബുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനായ പത്മസാംഭവ, അദ്ദേഹത്തിന് ഗുരു റിംപോച്ചെ എന്നും പേരുണ്ട്. അദ്ദേഹം 8ാമത്തെ സെഞ്ചുറിയില് അദ്ദേഹം ഈ മലമുകളിൽ വന്നിട്ട് അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ടൈഗ്രസിന്റെ രൂപം സ്വീകരിച്ചിട്ട് അദ്ദേഹം ഈ പെൺകടുവയുടെ പുറത്തുനിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി എന്ന് പേര് വന്നത് കേട്ടോ. അതിനുശേഷമാണ് ഈ മൊണാസ്ട്രി പണിത്. അദ്ദേഹമാണ് ഈ വജ്രയാന ബുദ്ധിസ്റ്റ്, അതായത്
ബുദ്ധിസം പിന്നീട് ശ്രീബുദ്ധന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് 3 ശാഖകളായി പിരിഞ്ഞു. മഹായാന ബുദ്ധിസം, വജ്രയാന ബുദ്ധിസം, തേർവാദ. അപ്പൊ അതില് വജ്രയാന ബുദ്ധിസം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെയാണ് സെക്കൻഡ് ബുദ്ധ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഉം. നമ്മളിപ്പോ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞ ഇവിടെ ഇതുണ്ട്, ഹിൽ സ്ലൈഡ് ഉണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹിൽ സ്ലൈഡ് ഇവിടെയൊക്കെ കോഷൻ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. പോണ വഴിക്കൊക്കെ ഈ ചുമന്ന പൂവുള്ള ഭംഗിയുള്ള ഈ ചെറിയ മരങ്ങൾ കാണാം കേട്ടോ. അപ്പൊ അതിലോട്ട് നോക്കുമ്പോ നമ്മുടെ ക്ഷീണം കുറച്ച് കുറയും. അപ്പൊ അതിന്റെ പേര് റോഡോഡെൻഡ്രോൺ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, എങ്ങനെ ഈ മൗണ്ടന്റെ മുകളിൽ എത്തി കേട്ടോ. ഇത് ഈ കാണാണ് ബ്യൂട്ടിഫുൾ മൊണാസ്ട്രി കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്താൽ ഈ ഒരു ലുക്ക് കിട്ടത്തില്ല. മാത്രമല്ല അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. പിന്നെ ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൗണ്ടന് ഇനി ഇറക്കമാണ്. കുറേ സ്റ്റെപ്സ് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ആ ബ്രിഡ്ജ് വരുന്നത്. ആ പാലം കടന്നിട്ട് വീണ്ടും അടുത്ത മൗണ്ടനിലോട്ട് കേറണം കുറെ. അപ്പോഴേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അത് ഓർക്കുമ്പോഴാട്ടോ. പക്ഷെ ഞാന് ഇവിടെ വരെ എത്തിച്ച ആ ഒരു പ്രപഞ്ച ശക്തിയോട് നന്ദി പറയാട്ടോ. ഈ യൂറോപ്യൻസ് അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ അവര് എത്ര പ്രായമായവരും അവർക്ക് അത്ര വിൽ പവർ ആട്ടോ. അവരത്രയും എവിടെ വേണമെങ്കിലും കേറും. അവര് അത്രയും ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്ത് അങ്ങനെയാണ് അവരുടെ കാര്യങ്ങള്. ഈ സ്റ്റെപ്സ് ഭയങ്കര ഞാരുമായിട്ട് ഇടുങ്ങിയ സ്റ്റെപ്സ്. പിന്നെ മാത്രമല്ല ഇതിന് പല വീതി ഹൈറ്റ് പല പല ഹൈറ്റ്. ഭയങ്കര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇരിക്കണം നമ്മള്. ഇവിടെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോ ഈ നല്ല രസമായിട്ട് ആ മൊണാസ്ട്രിയുടെ ഇങ്ങനെ വ്യൂ കണ്ട് കണ്ട് പോന്നെ. ഓരോ സ്റ്റെപ്പ് ഇറങ്ങും നല്ല ഭംഗിയായിട്ട് ഈ സൈറ്റ് ഒക്കെ കണ്ടു പോവാൻ. ഈ കയറി വരുന്ന ആളുകൾ എന്ന് വെച്ചാല് കുറേ സ്റ്റെപ്സിന് ഇറങ്ങാനുണ്ട്. അപ്പൊ ഇറങ്ങി ആ പാലം കടന്നിട്ട് അടുത്ത മൗണ്ടനിലെ സ്റ്റെപ്സ് കുറേ കേറിയ ശേഷം മൊണാസ്ട്രി കണ്ടുവരുന്നവരാട്ടോ. ശരിക്കും പറഞ്ഞ ഇവിടെ ഓക്സിജൻ ലെവൽ കുറവാട്ടോ. അപ്പൊ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. തണുപ്പ് ഓക്സിജൻ ലെവലിന്റെ കുറവും കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദേ പാലം എത്തിയിട്ടോ. ഇവിടെ ശരിക്കും രണ്ട് മൗണ്ടൻ തമ്മിലുള്ള ട്രെഞ്ച് കിടങ്ങാണ്. ബ്യൂട്ടിഫുൾ സൈറ്റ് ആണ്. ഈ വെള്ളച്ചാലുകൾ ഒഴുകി വരുന്നതും എല്ലാം കൂടി. ഇനിയിപ്പോ നമ്മള് കേറുകയാണ് കേട്ടോ. കേറാൻ എല്ലാം ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്താ കാണിക്കണേ കേട്ടോ. എല്ലാ സ്ഥലത്തും കയറ്റമൊക്കെ കുറേ ഉണ്ട്. അത് മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്. ഇപ്പൊ ഇത്രയും വന്നപ്പോ നമ്മൾ കുറച്ചൊരു ബുദ്ധിമുട്ട്, ഈ ഇവിടുത്തെ ഒരു ഓക്സിജൻ ലെവലിന്റെ പ്രശ്നം കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഏറ്റവും എനിക്ക് പറയാനുള്ള വെച്ചാൽ നല്ലൊരു മൊണാസ്ട്രി ഇവിടുന്ന് നമ്മൾ ദൂരെ നിന്ന് എടുത്താലാണ് നമുക്ക് ബ്യൂട്ടിഫുൾ സൈറ്റ് കണ്ടത്. നേരത്തെ അടുത്ത് മാത്രമല്ല ഇവിടെ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡും കൂടി ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കുന്ന ഒരു സൈറ്റുകളാട്ടോ. അപ്പൊ ഈ നമ്മള് മൗണ്ടൻ കയറി കഴിഞ്ഞ ശേഷം ആ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി വന്ന ആ ഒരു വ്യൂ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. മൗണ്ടന്റെ അല്ല, അതിനുശേഷമുള്ള ആ മറ്റേ മൗണ്ടനിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്നതും ഇതിൽ കേറുന്നതുമാണ്. ഇപ്പൊ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ദേ ഈ ഒരു വീഡിയോ ഞാൻ അത് എടുക്കുകയാണ് അതിന്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി കേട്ടോ. മൊണാസ്ട്രി കണ്ട് ഇറങ്ങി. അപ്പൊ ഇവിടെ മുഴുവൻ ഇങ്ങനെ ഈ മലയിലൊക്കെ ഈ ബ്രൗൺ ഓക്ക് എന്ന് പറഞ്ഞ മരമുണ്ട്. അത് അവർ ഫർണിച്ചറിനും ഈ ഫ്ലോർ ടൈൽസിനൊക്കെ ഉപയോഗിക്കും. അത് വുഡ് ഇവർക്ക് ചീപ്പറാണ് കേട്ടോ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അറക്കുന്ന മില്ലുകളൊക്കെ കാണാം. മാത്രമല്ല പിന്നെ ഇവിടെ ശരിക്കും ഞാൻ ഓർത്തു കേട്ടോ. ഈ മൗണ്ടൻ കയറുന്നവര് ഓർത്തു പോകുക കേട്ടോ. അവരുടെ പിൻഗാമികള് കേറി മരണപ്പെട്ട് തണുത്തുറഞ്ഞ ശരീരം അവർക്ക് ലാൻഡ്മാർക്ക് ആവുമ്പോഴും ജീവിതം പണയം വെച്ച ആ ഇച്ഛാശക്തി, അതുപോലെ തന്നെ നമ്മുടെ മഹർഷിമാര്, മുനിമാര്, സന്യാസിമാര് ഈ നമ്മുടെ ജീവിതം ഒന്നും അല്ലെന്ന് മനസ്സിലാക്കി അതൊക്കെ വെറും നിമിഷ നേരം കൊണ്ട് തീരുന്നതാണ്. നമ്മുടെ ബാല്യവും യൗവനം കൗമാരം. അപ്പൊ അത് മനസ്സിലാക്കി അവര് ധ്യാനത്തിലിരുന്ന് പ്രപഞ്ചത്തില് വ്യത്യസ്ത ഡയമെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മുനിമാരെ ഓർത്തു പോവാട്ടോ. നമ്മളിപ്പോ ഞാൻ രാവിലെ 7:30ക്ക് ഇറങ്ങിയതാട്ടോ. ഇപ്പൊ 5:30 ഇവിടെ എത്തിയപ്പം. അതായത് അത്ര 7:30 10 മണിക്കൂർ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ കയറി വരാൻ.